ഇന്ത്യയുടെ അതിർത്തിക്കടുത്തുള്ള കാരക്കോറം പീഠഭൂമിയിൽ മിസൈൽ പരീക്ഷണം നടത്തി ചൈന. ഇന്ത്യക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പരീക്ഷണം നടന്നതെന്ന് ചൈനീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. 17,390 അടി ഉയരത്തിൽ സബ്സോണിക് ക്രൂയിസ് മിസൈലിനെയാണ് പരീക്ഷിച്ചത്. ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലുണ്ടായിരിക്കാവുന്ന മികച്ച മിസൈലുകളെ പോലും ചൈനയ്ക്ക് വീഴ്ത്താൻ കഴിയുമെന്ന് കാണിക്കാനുള്ള ശക്തി പ്രകടനമായാണ് ഈ പരീക്ഷണത്തെ വിലയിരുത്തുന്നത്. 2020 ഗാൽവാൻ ഏറ്റുമുട്ടലുകളും ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളും മുതൽ അതിർത്തി പീഠഭൂമി മേഖലയിൽ ചൈന ഇത്തരം ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറഞ്ഞു. പരീക്ഷണത്തിന്റെ കൃത്യമായ സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അതിർത്തിയോടുള്ള സാമീപ്യം ഇതൊരു പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുവെന്നും ചൈനീസ് മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തി. ചൈന അതിർത്തി സുസ്ഥിരമാണ്, പക്ഷേ സാധാരണ നിലയിലല്ലെന്നും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചാണക്യ ഡിഫൻസ് ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ ചില ആശങ്കകൾ ഉണ്ട്. ചൈനയുമായി മത്സരിക്കേണ്ടതുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ സഹകരിക്കുകയും വേണം, സഹവർത്തിത്വം വേണം, എന്നാൽ അതോടൊപ്പം പൊരുതുകയും വേണമെന്നും ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. 2020 ഏപ്രിലിന് മുമ്പുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കാനാണ് തങ്ങളുടെ ആഗ്രഹം. അത്തരത്തിൽ പുനഃസ്ഥാപിക്കുന്നതുവരെ ആശങ്കകൾ നിലനിൽക്കും. ഏതു സാഹചര്യത്തെ നേരിടാൻ നമ്മളും സൈന്യവും പൂർണ്ണമായും സജ്ജരാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സൈന്യം തമ്മിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഏഷ്യയുടെയും ലോകത്തിന്റെയും ഭാവിക്കായി ഇന്ത്യയുടെയും ചൈനയുടെയും ബന്ധം നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. ഏഷ്യ ഇപ്പോൾ മാറ്റങ്ങളുടെ കാലത്തിലാണെന്നും അതിന് നേതൃത്വം നൽകുന്ന പ്രധാന ഘടകം ഇന്ത്യയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏഷ്യയുടെ ഭാവി ലോകത്തിന് തന്നെ വളരെയധികം കരുത്ത് പകരുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ ചൈന ബന്ധം ഏഷ്യയുടെ ഭാവിയെ മാത്രമല്ല ലോകത്തിന്റെ ഭാവിയെയും സ്വാധീനിക്കുന്നതാണെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യ ചൈന ബന്ധത്തിലെ മഞ്ഞുരുകുന്നുവെന്ന സൂചനകൾക്കിടെയാണ് മിസൈൽ പരീക്ഷണവുമായി ചൈന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മണേഷൻ മീഡിയ.